Suspense. ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഗുഡ് മോർണിംഗ് മോളെ. എഴുന്നേൽക്കാൻ അല്പം താമസിച്ചു. ഞാൻ അമ്മച്ചിയെ 1-2 വട്ടം വിളിച്ചിരുന്നു. നല്ല ഉറക്കായിരുന്നു. എന്നെ കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പിന്നെയും വിളിക്കായിരുന്നത്. ഓ, തണുപ്പിന്റെ ആയിരിക്കും. നന്നായി അങ്ങ് ഉറങ്ങി. അമ്മച്ചി ചായ എടുത്തില്ലല്ലോ. ചായ തണുത്തായിരുന്നു മോളെ. ഞാനത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാ. കാറ് കണ്ടില്ലല്ലോ. അപ്പച്ചൻ ഇത്ര രാവിലെ ഇത് എവിടാ പോയത്? അപ്പച്ചൻ എന്തോ ഒരു ബുക്കിന്റെ കാര്യം പറയുന്നത് കേട്ടു. ബുക്കോ? ആ അതെ അമ്മച്ചി. തോമസ് ചേട്ടനെ കണ്ട് എന്തോ ഏൽപ്പിച്ചിട്ട് ടൗണിൽ പോകുമെന്ന് പറഞ്ഞത്. ആഹാ, ആണോ? എന്നാലും ഇനി പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ശരി അമ്മച്ചി, ഞാൻ ആ ചായ ഇങ്ങോട്ടെടുക്കാം. തോമസ് എത്തിയില്ലേ? ഞാൻ ദേ വന്ന് ഇരുന്നതേ ഉള്ള ചായ. ആ ശരി ശരി. എന്താ ചായ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ലൈബ്രറി കൗൺസിലിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ വിളിച്ചിരുന്നു. ചിലപ്പോൾ 1-2 സ്റ്റാഫുകള് വായനശാലയിലേക്ക് വന്നേക്കുമെന്ന്. ആ, ഒരു ചെറിയ ഇൻസ്പെക്ഷൻ പോലെ. ഇൻസ്പെക്ഷനോ? അതെ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ആ കണക്കൊക്കെ ഒന്ന് നോക്കും, അത്രമാത്രം. കർത്താവേ നന്ദി. ഇന്നലെ അല്പം ഫ്രീ ടൈം കിട്ടിയപ്പോ ഞാനതൊക്കെ ശരിയാക്കിയായിരുന്നു ചായ. ആ, അപ്പോൾ ആ പ്രശ്നവും ഒഴിഞ്ഞു. അല്ല, അച്ചായൻ ഇതുവഴി അങ്ങോ പോകണമെന്ന് പറഞ്ഞില്ലേ? ആ, ടൗൺ വരെ ഒന്ന് പോകണം. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് 1-2 ബുക്സുമായി വരും. അതൊന്ന് കളക്ട് ചെയ്യണം. ആ, എന്നാ പിന്നെ താമസിക്കണ്ട ചായ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി തോമസേ, കാണാം. ഹലോ. ഹലോ പ്രിൻസ്, ഞാൻ സ്റ്റെഫി. എന്താ സ്റ്റെഫി, സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ. ഓ, ഭയങ്കര ബോറടി. സ്റ്റെഫി, അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങൾ എല്ലാം നീ കവർ ചെയ്തോ? അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ തീർത്തു പ്രിൻസേ. അത് പറയ്. അതാ ഈ ബോറടിയുടെ കാരണം. പ്രിൻസ്, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ? ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അവര് ഫ്രീ ആയി കാണുമോ? ആ, ഞാൻ രാവിലെ വിളിച്ചപ്പോൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഇപ്പോൾ ഒരു പക്ഷേ തീർന്നു കാണും. എന്നാൽ എല്ലാവർക്കും ഗാർഡനിൽ ഒത്തുകൂടിയാലോ? ഓ, അതിനെന്താ. സ്റ്റെഫി ആദ്യത്തെ അറിയിക്കേ. ഞാൻ റോമാക്സിനെ വിളിച്ചോളാം. ശരി പ്രിൻസേ. ഓക്കെ, ബൈ. മോനെ. എന്താ മമ്മി? ആരായിരുന്നു ഫോണിൽ? സ്റ്റെഫി ആയിരുന്നു മമ്മി. എല്ലാവരും ഗാർഡനിൽ വരുമോ എന്നറിയാൻ വിളിച്ചതാണ്. അടുത്ത ദിവസമല്ലേ നിങ്ങളുടെ പരീക്ഷ? പോർഷൻസ് എല്ലാം കവർ ചെയ്തു മമ്മി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബോറടി. ഞാൻ പോയിട്ട് വേഗം ഇങ്ങ് വരാം. ശരി ശരി, അധികം താമസിക്കരുത് കേട്ടോ. ഇല്ല മമ്മി. എങ്കി വേഗം പോയിട്ടിങ്ങ് വാ. എല്ലാവരെയും തിരക്കിയതായി പറയണോട്ടോ.
മമ്മി. എല്ലാവരും വന്ന് കാണുമോ എന്തോ. എന്തായാലും സ്റ്റെഫിക്കിന്ന് ബോറടിയുടെ കഥ മാത്രമേ പറയാൻ കാണൂ. പ്രിൻസ് എത്തിയല്ലോ. പ്രിൻസിന്റെ മുഖം കണ്ടിട്ട് അവന് ബോറടി ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ മുഖം നോക്കി ലക്ഷണം പറയാൻ നീ ആരാ? എന്താ വലിയ ചിരിയും കളിയും? ഏയ് ഒന്നുമില്ല പ്രിൻസ്. ഹോ, ഇപ്പോഴാ എന്റെ ബോറടി ഒന്ന് മാറിയത്. അത് സ്റ്റെഫി പഠിക്കാനുള്ളതെല്ലാം ഇന്നലെ പഠിച്ചു തീർത്തില്ലേ, അതാ പറ്റിയത്. ആ ശരിയാ പ്രിൻസേ, ഞാനും ആദവും കുറച്ചു മുമ്പാ പഠിക്കാനുള്ളത് തീർത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബോറടിയും തോന്നിയില്ല. ഗ്രാൻഡ് അവിടെ ഉണ്ടോ പ്രിൻസേ? ഇല്ല സ്റ്റെഫി, ഗ്രാൻഡ്പ ടൗണിലേക്ക് പോയിരിക്കുക. ഞാൻ ഇറങ്ങുന്നത് വരെ വന്നിട്ടില്ലായിരുന്നു. അവിടെ എന്താ വിശേഷം? അവിടെ ഗ്രാൻഡ്പയുടെ ഒരു സ്നേഹിതൻ വരുന്നുണ്ടത്രേ. എന്തോ ബുക്കിന്റെ കാര്യമൊക്കെയും പറയുന്നത് കേട്ടു. ബുക്കോ? അയ്യോ, അതിനെപ്പറ്റിയൊന്നും കൂടുതലായി എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? അതെ, ഇല്ലില്ല, ഒരു പരിപാടിയും ഇല്ല. വേഗം തന്നെ വന്നേക്കണമെന്ന് പറഞ്ഞാ മമ്മി എന്നെ ഇങ്ങോട്ട് വിട്ടത്. മമ്മിമാരെയൊക്കെ നമ്മൾ ഇങ്ങനെ പേടിക്കാമോ പ്രിൻസേ? നിന്നെ വിളിക്കാൻ വന്നപ്പോ ഞങ്ങള് കണ്ട കാഴ്ച ഇവരോട് പറയണോ? ഇത് അതൊക്കെ ആദത്തിന്റെ ഒരു നമ്പർ അല്ലേ? അതെ അതെ. എന്തായാലും അധികം താമസിച്ചാൽ ശരിയാവില്ല. അതോ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരുന്നോ? ശരിയാ, എനിക്കാണേൽ നല്ല വിശപ്പുമുണ്ട്. പ്ലാൻ ക്യാൻസൽഡ്. ഹായ്, ദേ ഗ്രാൻഡ്പ വരുന്നല്ലോ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഗ്രാൻഡ്പ എന്തോ ബുക്ക് വാങ്ങാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ബുക്ക് എവിടെ ഗ്രാൻഡ്പ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാനാ ഗ്രാൻഡ്പ പറഞ്ഞത്. ആണോ? ബുക്സ് രണ്ടും കാറിലുണ്ട് മക്കളെ. രണ്ടും നിറയെ കഥയുള്ള ബുക്സാണ്. ഹായ്, ആണോ? ഓ മറന്നു, ഗ്രാൻഡ്പയ്ക്ക് ഒരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. മക്കളെന്നാൽ വീട്ടിലേക്ക് വാ, ഇനിയും താമസിച്ചാൽ ശരിയാവില്ല. ഓക്കേ ഗ്രാൻഡ്പ. നമുക്കെന്നാൽ വീട്ടിലേക്ക് പോയാലോ? ചെന്നിട്ട് പുതിയ കഥകൾ കേൾക്കാം. ഓ ഞാനില്ല. ഞാനും. അതെന്തു പറ്റി? ഓ, ഞാൻ ഗ്രാൻഡ്പയുടെ കഥകൾ മടുത്തു തുടങ്ങി പ്രിൻസേ. മാത്രല്ല, ഇതുപോലത്തെ ഒത്തിരി കഥകളുടെ വീഡിയോസ് ലഭ്യമാണ്. അതെ പ്രിൻസേ, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതാവുമ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാം, വീണ്ടും കാണാം. ശരി, നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ. പക്ഷെ ഇപ്പോൾ ഗ്രാൻഡ്പ നമ്മളെ കാത്തിരിക്കില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്തവണ കൂടെ ഗ്രാൻഡ്പയുടെ കഥ കേൾക്കാം. അതെ, അല്ലെങ്കിൽ ഗ്രാൻഡ്പ എന്ത് വിചാരിക്കും? പ്രിൻസേ, ഇക്കാര്യത്തിൽ
നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ആ, അപ്പച്ചൻ എത്തിയോ? മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പച്ചൻ ഗുളികയുടെ കാര്യം മറന്നല്ലേ? അതാ മോളെ ഞാൻ പെട്ടെന്നിങ്ങ് വന്നത്. എന്നാൽ അപ്പച്ചൻ അകത്തിരിക്കെ, ഞാൻ ഗുളിക കഴിക്കാനുള്ള വെള്ളമായിട്ട് വരാം. ശരി മോളെ. ആ പിന്നെ മോളെ. എന്താ അപ്പച്ചാ? മോളെ, പ്രിൻസിനെയും കൂട്ടുകാരെയും ഞാൻ ഗാർഡനിൽ വെച്ച് കണ്ടിരുന്നു. ആഹാ, അപ്പച്ചൻ അതുവഴിയാണോ വന്നത്? ആ അതെ മോളെ, അവരെല്ലാവരും അല്പസമയം കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞത്. ആണോ? എങ്കിൽ അവർക്ക് നാരങ്ങ വെള്ളമോ മറ്റോ കരുതാം അപ്പച്ചാ. ശരി ശരി. ഞാൻ അപ്പച്ചനുള്ള വെള്ളം എടുക്കാം. ആ ആട്ടെ മോളെ. അല്ല, ഇക്കാര്യം ആര് ഗ്രാൻഡ്പയോട് അവതരിപ്പിക്കും? അയ്യോ, അതൊരു കാര്യമാണല്ലോ. സ്റ്റെഫി തന്നെ പറയട്ടെ. അയ്യോ, ഞാനില്ല. ഗ്രാൻഡ്പ എന്നെ പറ്റി എന്ത് വിചാരിക്കും? പിന്നെ ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? എന്തായാലും ഈ കാര്യം ഞാൻ അവതരിപ്പിക്കില്ല. പിന്നെ എന്താ ഒരു മാർഗം? അതെ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഗ്രാൻഡ്പയായിട്ട് നിർബന്ധിച്ച് നിങ്ങളോട് പറയുന്നതൊന്നുമല്ലല്ലോ, നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഗ്രാൻഡ്പ പറയുന്നതല്ലേ. അത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, അത്രയുള്ളൂ കാര്യം. എന്തായാലും ഗ്രാൻഡ്പ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇത്തവണ കൂടി വന്ന് കേട്ടോളൂ. ശരിയാ, അല്ലെങ്കിൽ ഗ്രാൻഡ്പയ്ക്ക് വിഷമാവും. എങ്കിൽ നമുക്ക് ഇറങ്ങാം. ശരി. ആഹാ, എല്ലാവരും എത്തിയല്ലോ. വാ, അകത്തേക്ക് വാ. ഗ്രാൻഡ്പ മുറിയിലുണ്ടോ ആന്റി? ഉണ്ടല്ലോ. ഗ്രാൻഡ്പ നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുക. ആ ശരി ആന്റി. ഗ്രാൻഡ്പ ബുക്ക് എടുക്കാൻ മറന്നോ? ആ അത് കാറിൽ തന്നെ ഇരിക്കുക മോനെ. ഗ്രാൻഡ്പ ആ കാര്യം മറന്നു. ഞാൻ പോയി എടുക്കട്ടെ ഗ്രാൻഡ്പ? ഓ സാരമില്ല മോനെ, കുറച്ചു കഴിഞ്ഞ് എടുത്താൽ മതി. ഇതിനിടയ്ക്ക് ഗ്രാൻഡ്പ ഒരു പുരോഹിതന്റെ കഥ വായിച്ചു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു പുരോഹിതൻ, ജീവിതശൈലി കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടും അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ യോഗങ്ങൾ
വളരെ പ്രസിദ്ധമായിരുന്നു. ആ പ്രാർത്ഥനാവേളയിൽ ആരാധനാലയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പുകൾ നാടെങ്ങും അലയടിച്ചിരുന്നു. കാലങ്ങൾ തെന്നി നീങ്ങി. അദ്ദേഹത്തിന്റെ വിചാരശൈലി പഴഞ്ചനായി. പുതുമകൾക്ക് വേണ്ടി ദാഹിച്ച ജനത്തിനും മുഷിഞ്ഞു തുടങ്ങി. അങ്ങനെയിരിക്കെ അടുത്തുള്ള പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ പുരോഹിതൻ വന്നെത്തി. കാലഘട്ടത്തിന്റെ സ്വരത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു. ആളുകൾ അങ്ങോട്ടേക്കൊഴുകി. അടുത്ത ദിവസം പഴയ ആ വൈദികൻ പ്രസംഗപീഠത്തിലെത്തി. ഒന്ന് കണ്ണോടിച്ചു. ആരും തന്നെയില്ല. അദ്ദേഹം ശുശ്രൂഷയോട് കാരണം അന്വേഷിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, തൊട്ടടുത്ത പള്ളിയിൽ ഒരു പുതിയ പുരോഹിതൻ വന്നിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ പോയിരിക്കുകയാണ്. ഉടനെ ആ പുരോഹിതൻ പറഞ്ഞു, എങ്കിൽ അവിടെ എന്തോ നന്മയുണ്ടല്ലോ. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. അദ്ദേഹത്തിന്റെ ആ ഹൃദയവിശുദ്ധിയും മാറ്റം ഉൾക്കൊള്ളാനുള്ള മനസ്സും കണ്ട് ശുശ്രൂഷി അത്ഭുതപ്പെട്ടു. തുടർന്ന് അവരിരുവരും ആ പള്ളിയിലേക്ക് യാത്രയായി. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? അത് ഗ്രാൻഡ്പാ, എനിക്ക് ഈ കഥയുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ല ഗ്രാൻഡ്പാ. എനിക്കും. പ്രിൻസിനോ? യാഥാസ്ഥിതിക മനോഭാവം മാറ്റി ചിന്തിക്കുന്നതിനെ പറ്റി. അങ്ങനെ തന്നെ. മാറ്റങ്ങൾ അനിവാര്യമാണ്. കാലാനുസൃതമായി അവ സംഭവിക്കുക തന്നെ ചെയ്യും. അതിൻ്റെയും അന്തസത്ത നല്ലതാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ, ഇപ്പോഴാ ഗ്രാൻഡ്പാ ഞങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായി മനസ്സിലായത്. ശരിയാ, നല്ല കഥ. ശരിയാ. അപ്പോൾ ശരി മക്കളെ, ഗ്രാൻഡ്പയ്ക്ക് ആ ഗുളിക കഴിച്ചതിൻ്റെതാവണം ചെറിയൊരു മയക്കം വരുന്ന പോലെ. എങ്കിൽ ശരി ഗ്രാൻഡ്പാ, ഗ്രാൻഡ്പാ കിടന്നോളൂ. ശരി ശരി. അതെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ കഥ കേൾക്കാൻ വരണ്ട. പക്ഷെ ഞാൻ ഇനിയും വരും. അതെ, ഞാനും വരും. നമ്മള് കുറച്ചു മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ ദൈവമാണ് ഗ്രാൻഡ്പയ്ക്ക് ഈ കഥ തന്നെ കാട്ടിക്കൊടുത്തത്. ഏതായാലും ഇത്ര ഭംഗിയായി ഒരു വീഡിയോയും നമുക്ക് കഥ പറഞ്ഞു തരില്ല. ശരിയാ, നമുക്കാ തെറ്റിയത്. എന്റെ കർത്താവേ, ഇതുപോലെ ഞങ്ങൾക്കെന്നും ഒരു വഴികാട്ടിയായി അങ്ങ് ഉണ്ടാവണേ. അങ്ങയുടെ മഹത്വം വാഴ്ത്തപ്പെടുമാറാകട്ടെ.